കേരളത്തിൽ വോട്ടെണ്ണൽ കഴിഞ്ഞു. UDF ഉജ്ജ്വല വിജയവും നേടി. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതു ഭരണ തുടർച്ച കണക്കുകൂട്ടിയവരാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും. വെള്ളാപ്പള്ളി അത് തെളിച്ചു പറഞ്ഞു, സുകുമാരൻ നായർ അത് ഒതുക്കി പറഞ്ഞു. അത്രയേ ഉള്ളൂ ഇരുവരും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ അതിൻ്റെ ചളിപ്പൊന്നുമില്ലാതെ ഇരുവരും ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി സ്ഥാന തർക്കത്തിൽ സൂത്രത്തിൽ ഒന്ന് പക്ഷം ചേരുക, ഇതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനുമാണ് പിന്തുണയെന്ന് സൂചിപ്പിച്ച ഇരുവരും BD സതീശനെ പരോക്ഷമായി തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് BD സതീശനെതിരെ അതിരൂക്ഷമായ വ്യക്തി അധിക്ഷേപം നടത്തിയ ഇരുവരും ഇതിൽ നിന്ന് ഇപ്പോൾ മലക്കം മറിഞ്ഞിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തലയെ പിന്തുണച്ച് രാവിലെ ആദ്യം രംഗത്ത് വന്നത് G. സുകുമാരൻ നായരാണ്. പ്രായവും സീനിയോറിറ്റിയും മുമ്പ് സ്ഥാനം നഷ്ടമായതും പൊതുവെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള കഴിവും ഒക്കെ പരിഗണിക്കണമെന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം ഫലത്തിൽ ആരെയും തള്ളിക്കളയുന്നില്ല. എന്നാൽ തൻ്റെ കാൻഡിഡേറ്റ് രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. സതീശനെ ലേശം ഒന്ന് തള്ളിക്കളയുകയും ചെയ്യുന്നു. KC വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം വലിയ നേതാവായതുകൊണ്ട് അധികാരത്തിൽ എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും ഇല്ലേലും ഒക്കെ വലിയ അധികാരമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ തള്ളിപ്പറയാനുള്ള ധൈര്യം എന്തായാലും ഇദ്ദേഹവും കാണിച്ചിട്ടില്ല. നമുക്ക് സുകുമാരൻ നായരുടെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. മനസ്സ് RCക്കൊപ്പമാണ്. ഞാനിത് പറഞ്ഞല്ലോ, എനിക്ക് ആര് മുഖ്യമന്ത്രിയാകുന്നതിലും പക്ഷെ അതിനൊരു മാനദണ്ഡം വേണം. കാരണം ജനങ്ങൾ അതുപോലെ ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് ഈ ചെന്നിത്തലയുടെ ഫോട്ടോ ഇവിടെ ഈ ഷെൽഫിൽ വെച്ചിരിക്കുന്നത് അദ്ദേഹം എങ്ങനെ അന്ന് വന്നതിൻ്റെ അല്ല, അയാൾ എൻ്റെ ഒരു സഹോദരനല്ലേ. ഞാൻ ഇവിടെ പഠിച്ചതാണ്, കോളേജിൽ പഠിച്ചതാണ്. ഒരു ഒക്കേഷനിൽ ഇവിടെ വന്നപ്പം എടുത്ത ഫോട്ടോ. ചെന്നിത്തല യോഗ്യനാണോ ശരിക്കും മുഖ്യമന്ത്രിയാകാൻ? യോഗ്യനാണോ? യോഗ്യതയുണ്ടോ? അത് വ്യക്തിപരമായിട്ട് ഞാൻ ചെന്നിത്തല യോഗ്യനാണ്, അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അത് തീരുമാനിക്കുക ചീഫ് മിനിസ്റ്ററുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം. യോഗ്യനാണ്. പക്ഷെ നിലവിലുള്ളതിൽ അല്ല, യോഗ്യനാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും യോഗ്യരാണ്. അതെന്തിനാ തിരിച്ചു നിങ്ങള്? എന്തായാലും സൂത്രത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അപ്പോഴും BD സതീശനിട്ട് ചെറിയൊരു കുത്തുകൂടി ഒടുക്കത്തിൽ കൊടുക്കാൻ സുകുമാരൻ നായർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നതിന് ഇങ്ങനെയാണ്: ചിലരുടെ മിടുക്കുകൊണ്ടൊന്ന് ഉണ്ടായ വിജയമാണെന്നൊക്കെ ചിലർ അവകാശപ്പെടുന്നുണ്ട്. അതങ്ങനെയൊന്നും അല്ല. ഇത് UDFന്റെ ജയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ജയം എന്നൊക്കെ അദ്ദേഹം അതിവിശാലമായ അർത്ഥത്തിലൊക്കെയാണ് വിശദീകരണം നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പേ പോലെയല്ല, സതീശൻ എങ്ങാനും മുഖ്യമന്ത്രി ആകുമോ, ആയാൽ പെട്ടുപോകില്ലേ എന്ന ഒരു ലേശം ഭയം ഉള്ളിലുണ്ട് എന്നതുകൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ വാക്കുകൾ. അതുകൂടി ഒന്ന് കേൾക്കാം. അർഹതയുള്ള ആളുകളെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പ്രതിപക്ഷത്തെ നയിച്ചത് VD സതീശനാണ്. VD സതീശൻ തന്നെ വരട്ടെ എന്ന തരത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിനേക്കാൾ സീനിയറായിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത്. NSSന്റെ മനസ്സ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണോ? അങ്ങനെയാണോ വായിച്ചെടുക്കേണ്ടത്? ആർക്ക്? NSSന്റെ എൻ്റെയോ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരെ വേണേ അവർ തിരഞ്ഞെടുത്തോട്ടെ, പക്ഷെ അർഹത നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. എന്തായാലും പണ്ട് ഇതുപോലെ ഒന്ന് സഹായിച്ചതാണ് രമേശ് ചെന്നിത്തലയെ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും ദീർഘമായ ചില ഡൽഹിയും തിരുവനന്തപുരം ചർച്ച, ഡൽഹി ചർച്ച, വീണ്ടും തിരുവനന്തപുരം ചർച്ച, അങ്ങനെയൊക്കെ നീണ്ടുപോയ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ വക ഒരു പ്രത്യേക ഡയലോഗ് താക്കോൽ സ്ഥാനം വേണം എന്നുള്ളത്. അത് അന്ന് ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞത്, ശശി തരൂർ ഡൽഹി നായരാണ്, അദ്ദേഹത്തിനെ ഞങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്തില്ല, അതുകൊണ്ട് താക്കോൽ സ്ഥാനം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അതുവരെയും കേരളത്തിലെ ജനങ്ങൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന 40ാമത്തെ വയസ്സിന് മുമ്പ് മന്ത്രിയായ 26-25 വയസ്സിൽ തന്നെ MLA ആയ ASUവിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ നയിച്ച അഖിലേന്ത്യാ തലത്തിലടക്കം വലിയ സ്വാധീനമുണ്ടായിരുന്ന ചെറുപ്പത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവിനെ നായർ നേതാവായോ ഹിന്ദു നേതാവായോ ഒന്നും കണ്ടിട്ടില്ല. കേരളം കണ്ടത് കേരളത്തിൻ്റെ ഒരു നേതാവായിട്ടാണ്, കോൺഗ്രസിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്, വളർന്നു വരുന്ന പ്രധാന നേതാവായിട്ടാണ് ആ രമേശ് ചെന്നിത്തലയെ നായർ ബ്രാൻഡിലേക്ക് കൊണ്ടെത്തിച്ചത്
ഇതേ സുകുമാരൻ നായർ തന്നെയാണ്. സുകുമാരൻ നായർ ഒന്ന് സ്നേഹിച്ചതാണ്, ഞങ്ങളുടെ ആളാണ് എന്ന്. ഈ സ്നേഹിക്കുന്നവർക്കൊരു കുഴപ്പമുണ്ട്, അവർ ഞങ്ങളുടെ ആളാണ് എന്ന് ഒതുക്കത്തിൽ അങ്ങ് പറഞ്ഞു വെക്കും. അങ്ങനെ പറഞ്ഞു വെച്ച് അതിൻ്റെ നാണക്കേട് ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് മാറിയിട്ടില്ല. പിന്നീട് രമേശ് പുറത്തു വന്ന് മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞ് മറ്റേതോ ഈ നാണക്കേട് കൊണ്ടാണെന്ന് അദ്ദേഹം ആരോ ചോദിച്ചപ്പോൾ അങ്ങനെ സമുദായ സംഘടനയുടെ പ്രതിനിധിയായിട്ടൊന്നുമല്ല ഞാൻ മന്ത്രിയായെന്ന് പറഞ്ഞു. ശരിയാണ്, സമുദായ സംഘടനയുടെ പ്രതിനിധിയായിട്ടല്ല രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ മന്ത്രിയായത്. കോൺഗ്രസ് അങ്ങനെ പരിഗണിച്ചുമല്ല മന്ത്രിയാക്കിയത്. അതിനൊക്കെ യോഗ്യതയുള്ള ആൾ തന്നെയാണ്. ആഭ്യന്തരമന്ത്രി ആയിരിക്കാനോ അന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കാനോ ഒക്കെ യോഗ്യനായ ആൾ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല. അത് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ കാലം അദ്ദേഹവുമായി പിണക്കത്തിലൊക്കെ ആയിരുന്നു ഈ പറയുന്ന സുകുമാരൻ നായർ. അതിനുശേഷം രമേശ് ചെന്നിത്തലയെ ദീർഘകാലം അവിടെ കയറ്റുന്നില്ല. പൊടുന്നനെ ഒരു നാൾ ശശി തരൂരിനെ അദ്ദേഹം കൊണ്ടുവരുന്നു. പണ്ട് ഡൽഹി നായർ എന്ന് വിളിച്ച ശശി തരൂരിനെ കൊണ്ടുവന്നിട്ട് പറയുന്നു NSSന്റെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി കൊണ്ടുവരുന്നു. ദീർഘകാലത്തിന് ശേഷമാണ്, 10 വർഷം അതിനു മുമ്പ് അവിടെ വിളിച്ചിട്ടുള്ളത് AK ആന്റണിയെ വിളിച്ച ശേഷം പിന്നീട് വിളിക്കുന്നത് ശശി തരൂരിനെയാണ്. അങ്ങനെ 10 വർഷത്തെ ഒരു ഗ്യാപ്പിൽ ശശി തരൂരിനെ വിളിക്കുന്നു. ശശി തരൂരാണ് NSSന്റെ പ്രതിനിധി എന്നൊക്കെ പറയുന്നു. തരൂർ അവിടെ പോയി വലിയ പ്രസംഗമൊക്കെ നടത്തുന്നു. ഇന്റർനാഷണൽ ആളൊക്കെയാണ് എന്നൊക്കെ, വിശ്വപൗരൻ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം അവിടെ പോയി പറഞ്ഞത് ഒരു നായർ വലിഞ്ഞു കയറിയാൽ ഞണ്ടിൻ്റെ പോലെയാണ്, മറ്റൊരു നായർ വലിച്ചു താഴോട്ടിടും എന്നൊക്കെ പറയുന്ന ഒരു ജാതി സംഘടനയുടെ യോഗത്തിൽ പറയേണ്ട അതേ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹമൊക്കെ സംസാരിച്ചെങ്കിലും പിന്നീട് ശശി തരൂർ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് വഴങ്ങി വിധേയനായി നിൽക്കുന്ന ഒരു രീതിയൊക്കെ പല നേതാക്കളെയും നമുക്കറിയാം. അവിടെ പോയി കാണുമ്പോഴൊക്കെ അറിയാം, അവരുടെയൊക്കെ നിപ്പ് കണ്ടാൽ തന്നെ ഏതോ രാജാവിന് മുന്നിൽ നിൽക്കുന്ന പോലെയാണ്, വലിയ വിധേയരായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ആര് വന്നാലും എണീക്കാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യും. ശശി തരൂർ എന്തോ ആ തരത്തിലേക്ക് ഏതോ ഫോട്ടോ എടുത്തപ്പോഴോ മറ്റോ അങ്ങനെ നിന്നെന്നോ, അല്ലെങ്കിൽ ഇവിടെ മറ്റാരെയോ ഇനി ഭാവി ജനറൽ സെക്രട്ടറി എന്ന് ഏതോ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല അതിനെ സംബന്ധിച്ച്. അങ്ങനെയൊക്കെയാണ് കഥ. എന്തായാലും ശശി തരൂരുമായും പിന്നീട് വീണ്ടും രമേശുമായി വലിയ അടുപ്പത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ രമേശിന്റെ പടമൊക്കെ ഈ പറയുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. ഈ സുകുമാരൻ നായരുടെ ഈ പറച്ചിൽ രമേശിന് ഗുണമാകുമോ ദോഷമാകുമോ എന്നൊക്കെ എന്തായാലും കണ്ട് അറിയേണ്ട ഒന്ന് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.